ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ട്രാവൽ വീഡിയോ അല്ല ചെയ്യുന്നത്, നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് ഞാൻ ഈ ഫോൺ മേടിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെ എനിക്ക് ഈ ഫോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോൺ ഏതാണെന്നുള്ളതും ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളും പരിചയപ്പെടാം. അപ്പം ഗൈസ്, ഇതാണ് പെട്ടി. ഞാൻ ബോക്സ് പൊട്ടിച്ചിട്ടില്ല, ഫ്രഷ് ആണ്. എന്തായാലും പൊട്ടിച്ച് നമുക്ക് എങ്ങനെയാണ് ഫോണിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത് അറിയാം. പാക്കിംഗ് ഉണ്ട്. ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക് ഡെലിവറി വന്നത്. ഞാൻ ഫാസ്റ്റ് ഡെലിവറി ഓർഡർ ചെയ്തു. പ്രൈം മെമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് ഫാസ്റ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊരു 150ഓളം രൂപ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ സാധനം പുറത്തേക്ക് എടുക്കുകയാണ്. യെസ്, ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. ഗാലക്സി മോഡല് 32. സാംസങ് ഗാലക്സി 32 ആണ് ഫോൺ. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക്, ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എന്തായാലും പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, സാംസങ് ഗാലക്സി M32 ആണ്. പ്ലെയിൻ എഡിഷൻ ആണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ കുറേ മോഡലുകളുള്ളതാണ്. സാംസങ് A സീരീസ് ഉണ്ട്, F സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ S സീരീസ് ഉണ്ട്, M സീരീസ് ഉണ്ട്. അപ്പോൾ M സീരീസിലെ ഒരു മോഡലാണ്. ലേറ്റസ്റ്റ് വേർഷൻ അല്ല, കുറച്ച് പഴക്കമുള്ള ഫോണാണ്. പുതിയ ലേറ്റസ്റ്റ് അല്ല എഡിഷൻ, എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഫോണാണ്. നമുക്ക് ഫോണിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട് ബോക്സിൻ്റെ എങ്ങനെയാണ്, വേറെ സ്പെഷ്യൽ വേറെ പാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജെംസോണിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നേരിട്ടുള്ള ഫോണിൻ്റെ ബോക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലാതെ വേറെ ഒരു ഗാർഡായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാംസങ് ഗാലക്സി M32 രണ്ട് മോഡലിൽ ലഭിക്കുന്നുണ്ട്. ഒന്ന് 4 GB റാമും അതുപോലെ തന്നെ 64 GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഫോണുണ്ട്. അതുപോലെ തന്നെ 6 GB റാമും 128 GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഫോണുണ്ട്. ഞാനപ്പോൾ 6 GB റാമുള്ള ഫോണാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബോക്സ് പൊട്ടിക്കാം. സീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഓൺലൈൻ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സീലിംഗ് ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം. MRP ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സീലിംഗ് എന്തായാലും പൊട്ടിക്കാൻ പോവാണ്. ബ്ലേഡ് ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യമുള്ളത്. നമുക്ക് എന്തായാലും ഫോൺ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നോക്കാം. ചാർജർ വരുന്നുണ്ട്. ചാർജറും ചാർജിങ് കേബിളും ഉണ്ട്. ഇപ്പോൾ പൊതുവേ പുതിയ ഫോണുകളിലെല്ലാം ചാർജിൽ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ചാർജർ നമുക്ക് കിട്ടാറില്ല. പക്ഷേ സാംസങ് ഇപ്പോഴും ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെങ്കിൽ ഈ ഫോൺ 25 വോൾട്ട് ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. പക്ഷേ ഈ ചാർജർ എന്ന് പറയുന്നത് 15 വോൾട്ടിൻ്റെ മാത്രം ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് നടക്കത്തില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് ചാർജർ കേബിളും അഡാപ്റ്ററും കേബിളും അവിടെ വയ്ക്കാം. അതിനുശേഷം ടോപ്പിൽ നമുക്ക് അതിൻ്റെ മറ്റു വിവരങ്ങളുള്ള ബോക്സ് വേറെ ഒരെണ്ണമുണ്ട്. നമുക്ക് ഇതിൽ ഒരു സിം പിന്നുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റാണ്. തുറന്നുണ്ടെങ്കിൽ എൻ്റെ യൂസർ മാനുവലും അതുപോലെ തന്നെ ഫോണെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂസർ മാനുവലുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ലോക്ക് കാർഡ് എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വാറൻറ്റി കാർഡും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും കളയണ്ട, എടുത്ത് വയ്ക്കാം. ഓക്കെ, വലിയ കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ഫോണുണ്ട് നമ്മുടെ, അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പിന്നെ ഇതിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം. ഫോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വൈഡ് സ്ക്രീനാണ്. 16.21 സെൻറ്റിമീറ്റർ ആണ് ഫുൾ HD സ്ക്രീൻ വരുന്നത്. അതുമാത്രമറിയാം, സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും സ്ക്രീൻ നല്ല
ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സ്ക്രീനും. റൗണ്ടഡ് എഡ്ജസ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാം ഉണ്ട്. ഫ്രണ്ട് ക്യാം 20 MB ആണ് ഫ്രണ്ട് ക്യാം വരുന്നത്. അതുപോലെ തന്നെ പിറക് എടുക്കുകയാണെങ്കിൽ പിറക് സൈഡ് ബാക്കിലായിട്ട് നമുക്ക് മെയിൻ ക്യാമറ റിയർ ക്യാമറ നമുക്ക് 4 ക്യാമറ വരുന്നുണ്ട്. 64 MB ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ 8 MB ഒരെണ്ണമുണ്ട്. പിന്നെ 2 MB 2 ഒന്ന് ഡെപ്തും അതുപോലെ തന്നെ ഒന്ന് മാക്രോയും, അങ്ങനെ 2 ബാക്കിൽ വരുന്നത്. അങ്ങനെ മൊത്തം 4 ക്യാമറ പിറകിൽ വരുന്നുണ്ട്. ബോക്സ് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കതൊന്ന് ഇനി ഒന്ന് റിമൂവ് ചെയ്യാം. ഒരു ഷീഡ് ഉണ്ട്. ഓക്കെ, ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിംഗർ പിറകിലല്ല, നമുക്ക് പവർ ബട്ടൻ്റെ ഒപ്പം തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിറക് നല്ല ഭംഗിയുള്ളൊരു ബാക്ക് സൈഡാണ്. സംഭവം മെറ്റലല്ല, പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഒരു വെറൈറ്റി ഡിസൈനാണ് ബാക്കുള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 195 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പൊതുവെ 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണൊക്കെ നല്ല വെയിറ്റ് വരുന്നതാണ്. പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. സ്ക്രീനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകത, ഈ സ്ക്രീൻ സൂപ്പർ AMOLED സ്ക്രീനാണ്. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മുകളിലാണുള്ളത്. പിന്നെ ഓഡിയോ ജാക്ക് താഴത്താണ്. ചാർജിങ് കേബിൾ sAMOLED കേബിളാണ് ചാർജിങ് കേബിൾ വരുന്നത്. മോണോ സ്റ്റീരിയോ ആണ്, ഡ്യുവൽ സ്റ്റീരിയോ അല്ല, മോണോ സ്റ്റീരിയോ ആണ്. നമുക്ക് എന്തായാലും ഫോൺ ഓണാക്കി നോക്കാം. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉള്ളത്, Android 11 ആണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്യൂർഡ് ബൈ നോക്കാണ്. സാംസങ്ങിൻ്റെ ഏത് ഫോണിൻ്റെ ആണെങ്കിലും ഏറ്റവും സെക്യൂരിറ്റി സിസ്റ്റം കൂടുതലുള്ള ഒന്നാണ് സാംസങ് ഫോൺ. സാംസങ് നോക്ക് നിങ്ങൾക്കറിയായിരിക്കും, വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് സാംസങ്ങിൻ്റെ ഉള്ളത്. എന്തായാലും ആദ്യത്തെ ഓണാക്കലാണ്. ഫ്രണ്ട് ക്യാമറ 20 MB ഉണ്ട്. ഫ്രണ്ട് ക്യാമറ ഓക്കെ. അപ്പോൾ നമുക്ക് കൈ കിട്ടുമ്പോൾ തന്നെ 57% ചാർജ് ഉണ്ട്. ഓക്കെ, ഫോണപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കാം. എബൌട്ട് ഫോൺ. ഓക്കെ, എബൌട്ട് ഫോൺ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഗാലക്സി M32 മോഡലാണ് വരുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് പുതിയ വേർഷനാണ്. ആൻഡ്രോയിഡ് 12 ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഞാൻ 11 ആണെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ 12 ആണ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്സ് സെക്യൂരിറ്റി ഉണ്ട്, സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് 12 ആണ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കാം. നല്ല ക്ലിയർ ആണ്. സ്ക്രീനിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറയുടെ ലെൻസിൻ്റെ ക്വാളിറ്റി ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള. നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇതൊരു അൺബോക്സിങ് മാത്രമായിരുന്നു, ഒരു റിവ്യൂ അല്ല. അപ്പോൾ റിവ്യൂ നമുക്ക് അടുത്ത് പറഞ്ഞിടാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.